നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മളെല്ലാവരും ഫിഫ വേൾഡ് കപ്പിൻ്റെ ആവേശത്തിലും സന്തോഷത്തിലുമാണ്. എല്ലാവർക്കും പ്രതീക്ഷയുണ്ട് ഇത്തവണ അർജൻറ്റീന കപ്പ് കൊണ്ടുവന്നാണ്. മറ്റ് ബ്രസീലിനും ഉണ്ട്. അങ്ങനെ ഞാനൊരു ഇത് പറയല്ല, എല്ലാ ടീമിനും അവർക്കൊരു പ്രതീക്ഷയുണ്ടല്ലോ. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതലും ശ്രദ്ധിക്കപ്പെടുന്നത് മെസ്സി, റൊണാൾഡോ, നെയ്മർ അങ്ങനെയുള്ള ഒരുപാട് ആളുകളാണ്. പക്ഷേ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഈ ഫുട്ബോളിനെ അതൊരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റിയ ഒരുപാടുണ്ട്. പോരാട്ടമാക്കി മാറ്റിയ ഒരു പിടി ഇതിഹാസങ്ങൾ മരണപ്പെട്ടിട്ടുണ്ട്. ഈ ഫുട്ബോളിനെ സ്വന്തം ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി എതിരാളികളെ വെല്ലുവിളിച്ച് കളിക്കളം പോരാട്ട ഭൂമിയാക്കി മാറ്റിയ ഒരുപാട് ഇതിഹാസങ്ങൾ കളമൊഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഒരാളെ പറ്റിയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അതായത് എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് കേരളീയർക്ക് അറിയാവോ എന്നെനിക്കറിയത്തില്ല. ഒരു ഓസ്ട്രേലിയൻ ഫുട്ബോൾ പ്ലെയറാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് മത്യൂസ് സിൻഡർ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ചെറിയൊരു കഥയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. ഇതിൻ്റെ പേര് ചോര കൊണ്ട് ചരിത്രം എഴുതിയ സിൻഡർ. പെലെയും മറഡോണയും ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും കാൽപന്തുകളിൽ ആരാധകരുടെ താരതമ്യം ഇങ്ങനെയൊക്കെയാണ് നീണ്ടു പോകുന്നു. പതിവ് ഗോളെണ്ണങ്ങളും കിരീടങ്ങളുടെ വലിപ്പവും കരിയറിൻ്റെ ദൈർഘ്യവും കൂട്ടിയും കിഴിച്ചും നടക്കുന്ന കണക്കെടുപ്പുകൾക്കിടയിൽ ആരാധകർ തങ്ങളുടെ ഇഷ്ടത്തെ നെഞ്ചിലേറ്റും. എന്നാൽ കിരീടങ്ങളുടെ വലിപ്പവും ഗോളെണ്ണവും ഇല്ലാതെ ഫുട്ബോളിനെ പോരാടാനുള്ള കളമാക്കി മാറ്റിയ ഒരു പിടി ഇതിഹാസങ്ങൾ കളമൊഴിഞ്ഞ് പോയിട്ടുണ്ട്. പന്തിനെ ആത്മാഭിമാനത്തിൻ്റെ പീരങ്കിയും കളിമിടുക്കിനെ ഏത് ശത്രുവിനെയും വെല്ലുവിളിക്കാനുള്ള നെഞ്ചുറപ്പാക്കി മാറ്റിയവർ. ആ കൂട്ടത്തിൽ എണ്ണപ്പെടേണ്ട താരമാണ് മത്യൂസ് സിൻഡർ എന്ന ഓസ്ട്രേലിയൻ ഫുട്ബോളർ. 1903 പഴയ ഓസ്ട്രേലിയൻ ഹംഗറിയൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായ മണ്ണിൽ പിറന്നുവീണ് കാലിൽ കോർത്ത പന്തുമായി ആരാധക മനസ്സ് കീഴടക്കിയ ഫുട്ബോളറാണ് മത്യൂസ് സിൻഡർ. ഒരു ലോകകപ്പ് മാത്രമേ നീണ്ടുമെരിഞ്ഞ ആ മനുഷ്യൻ കളിച്ചിട്ടുള്ളൂ. എന്നാൽ കളിക്കാത്ത ലോകകപ്പുകളുടെയും ബഹിഷ്കരിച്ച മത്സരങ്ങളുടെയും നട്ടല് നിവർത്തി വെല്ലുവിളിച്ച് നേരിട്ട് എതിരാളികളുടെയും പേരുകൊണ്ട് മത്യൂസ് സിൻഡർ എന്നും ഓർമ്മിക്കപ്പെടുന്നുണ്ടവൻ. 1934 ഇറ്റലിയിലെ ലോകകപ്പിൽ ഓസ്ട്രേലിയൻ വണ്ടർ ടീമിൻ്റെ മുൻനിരയിൽ ബൂട്ട് കെട്ടി കൊച്ചി രാജ്യത്തെ ഫുട്ബോളിലെ വണ്ടർ ടീമാക്കി മാറ്റിയ സിൻഡറിനെ അവർക്കറിയാം. വെറും 35 വർഷം മാത്രം ജീവിച്ചു. 20 വർഷം മാത്രം പന്ത് തട്ടി സിൻഡറിനെ ഓസ്ട്രേലിയയുടെ ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ കായിക താരമായി പുതുതലമുറ തിരഞ്ഞെടുത്തു. കളിക്കാത്ത ലോകകപ്പുകളുടെയും ബഹിഷ്കരിച്ച മത്സരങ്ങളുടെയും നട്ടല് നിവർത്തി വെല്ലുവിളിച്ച് നേരിട്ട് എതിരാളികളുടെയും പേര് കൊണ്ടെന്നും ഓർമ്മിക്കപ്പെടുന്നുണ്ടാവാനായി മാറി മത്യൂസ് സിൻഡർ. കണക്ക് പുസ്തകങ്ങൾക്കപ്പുറവും ഫുട്ബോളിനെ തേടിപ്പോയവർക്ക് പെലെയും മറഡോണയ്ക്കും മുകളിലെ ഇതിഹാസമാണ് അയാൾ. ആരായിരുന്നു സിൻഡർ? വെറും 60 കിലോ ഭാരമുള്ള ശരീരം, ഒരു ഫുട്ബോളർക്ക് വേണ്ട ആകാരമോ പേശിബലമോ ഒന്നുമില്ലാത്ത രൂപം, നീണ്ട് മെലിഞ്ഞ ഒട്ടിയ കോലത്തിൽ കളിക്കെത്തിയ പോപ്പർമാർ എന്നായിരുന്നു അക്കാലത്ത് വിശേഷിപ്പിച്ചത്. എങ്കിലും അയാൾ 1930കളിലെ കാൽപന്തിൻ്റെ മൊസാട്ട് ആയി. ഹിറ്റ്ലറുടെ തന്ത്രവും സിൻഡറുടെ ബഹിഷ്കരണവും. 1934 ഇറ്റലിയിൽ ലോക ചാമ്പ്യന്മാരായെങ്കിലും 1938 ഫ്രാൻസിൽ
ലോകകപ്പ് നാസി ജർമ്മൻ കിരീടം നേടുമെന്നായിരുന്നു അഡോൾഫ് ഹിറ്റ്ലറുടെ തീരുമാനം. പക്ഷേ ജർമ്മൻ ദേശീയ ടീമിൻ്റെ പ്രകടനത്തിൽ അത് എളുപ്പമല്ലെന്നും അറിയാമായിരുന്നു. ഇതിനിടയിലായിരുന്നു അയാൾ രാജ്യം കൂടിയ ഓസ്ട്രിയയെ ഹിറ്റ്ലറുടെ നാസി പിടിക്കുന്നത്. ഭരണകൂടത്തെ പാടെ നശിപ്പിച്ചതിന് ഒപ്പം ഫുട്ബോൾ അസോസിയേഷനും സ്റ്റേഡിയങ്ങളും ക്ലബ്ബുകളുമെല്ലാം ഇല്ലാതാക്കി. ജൂതരെ സംഘടകരുടെയും മേധാവികളെയും നാടുകടത്തി. അതിനു മുമ്പേ ഓസ്ട്രേലിയൻ ദേശീയ ടീം 1938 ഫ്രഞ്ച് ലോകകപ്പിൽ യോഗ്യത നേടിയിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ടീം ലോകകപ്പിന് ഇറങ്ങണ്ട എന്ന് ഹിറ്റ്ലർ പട തീരുമാനിച്ചു. സിൻഡറുടെ അവസാന ഫുട്ബോൾ മത്സരത്തിലായിരുന്നു അന്ന് ലോങ് വിസിൽ മുഴങ്ങിയത്. 2 മാസത്തിനു ശേഷം ലോകകപ്പ് നടന്നു. സിൻഡർ ജർമ്മൻ ടീമിനൊപ്പം കളിക്കാൻ തയ്യാറാകാതെ കരിയർ അവസാനിപ്പിച്ചു. സഹതാരങ്ങളായിരുന്ന 8 പേർ നാസി ടീമിൻ്റെ ഭാഗമായി. എന്നാൽ സിൻഡർ വയന വിട്ട് എങ്ങോട്ടും പോകുന്നില്ല. രാജ്യം വിട്ടോടിയ ജൂത് വ്യാപാരികളുടെ ചായക്കട മാന്യമായ വില കൊടുത്ത് വാങ്ങി അധ്വാനിച്ച് ജീവിക്കാൻ തന്നെ തീരുമാനിച്ചു. നാടുവിടുന്ന ജൂതരുടെ സ്വത്തുക്കൾ നാസികൾ നിശ്ചയിച്ചതിനേക്കാൾ മികച്ച വില നൽകി അവിടെയും തൻ്റെ പ്രതിഷേധം അറിയിച്ചു. നാസികളുടെ രഹസ്യ പോലീസ് അയാളെയും നിരീക്ഷിച്ച് പരിസരങ്ങളിൽ ഉണ്ടായിരുന്നു. ജൂസ് സൗഹൃദം സ്ഥാപിക്കുന്നതിനും സോഷ്യലിസ്റ്റുമായി മുദ്രകുത്തി അവർ ഉപദ്രവം തുടർന്നു. അപ്പോഴും രാജ്യം വിട്ടു പോകാൻ അദ്ദേഹത്തിനോട് സുഹൃത്തുക്കൾ ഉപദേശിക്കുന്നുണ്ടായിരുന്നു. വയനയിൽ സിൻഡറുടെ നാളുകൾ എണ്ണപ്പെട്ടു വന്നു. സുഹൃത്തുക്കളുടെ ഉപദേശം തെറ്റല്ല. 1939 ജനുവരി 29 സിൻഡറിനെയും കാമുകിയെയും വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. വിഷപ്പുക ശ്വസിച്ചതായിരുന്നു മരണം. എന്നാൽ കൂടുതൽ അന്വേഷണങ്ങൾക്കൊന്നുമില്ലാതെ ആത്മഹത്യയാണെന്ന് മുദ്രകുത്തി നാസി പോലീസ് ആ ഇതിഹാസ താരത്തിൻ്റെ മരണം റിപ്പോർട്ട് സീൽ ചെയ്തു. അക്കാലത്ത് ഹീറോയ്ക്ക് അന്ത്യയാത്ര നൽകാൻ മറ്റൊരു ഫുട്ബോൾ മത്സരം പോലെ അന്ന് വിനയിൽ ജനം ഒത്തുകൂടി. 40,000-ഓളം പേർ അവിടെ എത്തിയെന്നാണ് കണക്കുകൾ. ഓസ്ട്രേലിയയിൽ അവസാനത്തെ നാസി വിരുദ്ധ റാലിയെ സിൻഡറുടെ അന്ത്യയാത്രയായി മാറി. കാലമേറെ കഴിഞ്ഞു നാസി ജർമ്മൻ തകരാറും ഓസ്ട്രേലിയ സ്വതന്ത്രമാവുകയും ചെയ്തു. പക്ഷേ സിൻഡറുടെ മരണം ഇന്നും ദുരൂഹമാണ്. അതങ്ങനെ തുടരും. എങ്കിലും കാൽപന്ത് കളിയുടെ സൗന്ദര്യവും അന്തസ്സും ആർക്കും കീഴ്പ്പെടുത്താത്ത അദ്ദേഹം പിടിച്ചെടുത്തു. ജീവൻ ബലിയർപ്പിച്ച രക്തസാക്ഷിയായി അദ്ദേഹം ഇനിയും നൂറ്റാണ്ടുകളോളം ഫുട്ബോളിൻ്റെ ഓർമ്മയിൽ ഉണ്ടാകും. 1934 മുസോളിനിയുടെ ഇറ്റലി കിരീടം നേടിയതിന് പിന്നിലെ 1938 അനായാസം ലോകകപ്പ് നേടാമെന്ന് അഡോൾഫ് ഹിറ്റ്ലറുടെ മോഹങ്ങൾക്ക് മേൽ ഉയർത്തിയ ചുവന്ന കാർഡായിരുന്നു മത്യൂസ് സിൻഡറുടെ ജീവിതം. അതിന് അയാൾ നൽകിയ വില സ്വന്തം ജീവൻ തന്നെയായിരുന്നു. ഇതായിരുന്നു മത്യൂസ് സിൻഡറുടെ ജീവ ചരിത്രം. ഇതൊരുപാടുണ്ട്. അതിൽ ഞാൻ വായിച്ചതിൽ പ്രധാനപ്പെട്ട പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ ആണ് ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ അടയാളപ്പെടുത്തി വായിച്ചു തന്നത്. ഇതാണ് മത്യൂസ് സിൻഡറുടെ ജീവചരിത്രം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം ഇദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഒരുപാട് ചോര കൊണ്ട് ചരിത്രമുണ്ടാക്കിയ ഫുട്ബോളർമാരും മറ്റു മേഖലയിലൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ ജീവചരിത്രം നമ്മൾ കേൾക്കണം, മനസ്സിലാക്കണം. എത്രത്തോളം കഷ്ടപ്പെട്ടാണ് അവർ ഈ ഫുട്ബോളിനെയും ക്രിക്കറ്റിനെയും മറ്റ് സ്പോർട്സിനെയും മറ്റ്
ഇപ്പം സിനിമയാണെങ്കിലും വേറെ ഇതാണെങ്കിലും അവർ വളർത്തിയെടുത്തത് വളരെ കഷ്ടപ്പെട്ടുണ്ടാകും. അതുപോലൊരു വ്യക്തി തന്നെയാണ് ഇദ്ദേഹവും. ഇന്ന് ഫിഫ വേൾഡ് കപ്പ് നടക്കുകയാണ്, ഓസ്ട്രേലിയ കളിക്കുന്നുണ്ട്. ആ ടീം ഇന്നും അദ്ദേഹത്തെ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കാം മൈതാനത്ത് ഇറങ്ങുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഒരിക്കലും ഓസ്ട്രേലിയൻ ടീമിന്, രാജ്യത്തിന് ഇദ്ദേഹത്തെ ഒരിക്കലും മറക്കാൻ കഴിയത്തില്ല. തീർച്ചയായിട്ടും അവർ അദ്ദേഹത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയായിരിക്കും മൈതാനത്ത് കളിക്കിറങ്ങുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇദ്ദേഹത്തിൻ്റെ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്ത ഇതുപോലുള്ള കഥകളുമായി, ജീവചരിത്ര കഥകളുമായി, രസകരമായിട്ടുള്ള കഥകളുമായി നമുക്ക് വരാം. അതുവരെ ബായ്.